കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കുറെ പെർഫോമൻസുകൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന എന്തൊക്കെയാണെന്ന് അറിയാനുള്ള സ്വാഭാവികമായിട്ടുള്ള ആകാംക്ഷ നിങ്ങളെപ്പോലെ തന്നെ എനിക്കുണ്ട്. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ക്യാമറി ഐസ്ക്രീം ലവ് ഹാസ് മെനി ഫ്ലേവേഴ്സ് ആൻഡ് ഈസ്റ്റി കോ പ്രസൻസ് ഞാനും എന്റെ ആളും കോ പവേർഡ് ബൈ പൂജ രാഗിണി കോസ്മെറ്റിക് പാർട്ട്ണർ ഡാപ്ലർ റെറ്റേണ വേ ടു സ്റ്റാർട്ട്. നമ്മുടെ എന്റർടൈൻമെന്റ് റൗണ്ട് ഇങ്ങനെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ അതിഗംഭീരമായ ഒരു പെർഫോമൻസുമായിട്ട് വരാൻ പോവുകയാണ് നമ്മുടെ സ്വന്തം ജോബി ചേട്ടനും സൂപ്പർ സൂസൻ ചേച്ചിയും. ചേച്ചി ഇപ്പൊ തന്നെ ആകെ ടെൻഷനിലിരിക്കുന്നത്. നമ്മുടെ സ്ഫടികത്തിന്റെ ഒരു സ്ഫടിക മൂവിയിൽ നിന്നുള്ളൊരു പെർഫോമൻസ് ആണ്. ആട് തോമയും കൂടെ വരുന്ന ആരാന്നുള്ളത് അറിയത്തില്ല. ഇതിപ്പോ ഏഴിമല പൂഞ്ചോലയാണോ മറ്റേ തുളസിയാണോ എന്താ സംഭവം എന്നുള്ളത് നമുക്ക് പിടികിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് നേരിട്ട് കാണാം അല്ലെ. അപ്പൊ ഒരു ഗംഭീര കൈയ്യടി കൊടുത്ത് നമുക്ക് ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നീ ഏതാടി കൊച്ചേ? ഞാൻ തുളസി. തുളസിയാ? വാ തുളസി തന്നെ. അയ്യോ ഇതേതണ്ണ ഈ സുന്ദരി കോത അങ്ങോട്ട് തള്ളി നിക്കുവണ്ണേ. എന്തിനാണ് തുളസി ഇവിടെ വന്ന് എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? കൈയുടെ മോളെ തുളസി. വാ ഇനി അങ്ങോട്ട് അണ്ണന്റെ എല്ലാ കാര്യത്തിലും ഈ തുളസി ഉണ്ടാവും. ഈ ഫയലുകളൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിടണ്ണ. അങ്ങനെ എല്ലാ കാര്യത്തിലും നീ ഇടപെടുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നതെല്ലാം നീയും ചെയ്യണം. പിടിക്കടാവളെ. അണ്ണ എന്തോന്ന് ഇത്? എടാ അതിങ്ങടക്കടാ. അണ്ണാ
തുരപ്പം ബാസ്റ്റിനോ ബിനീഷ് ബാസ്റ്റിനോ വരട്ടെ. ഇന്ന് ഞാൻ അവരെ മുണ്ട് പറിച്ചടിക്കും. വാടാ കാണ്. ഇന്നത്തോടെ പുള്ളിയുടെ മുണ്ട് പറിച്ചടി അവസാനിക്കും. സൂസൻ ചേച്ചി സൂപ്പർ ആണെന്നറിയായിരുന്നെങ്കിലും അതിന് പരിപാടി കാണിക്കുന്നത് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സത്യം പറയാൻ പറയൂ, സൂസൻ ഒരെണ്ണം വീശിയിട്ടുണ്ടോ? അല്ല ശരിക്കും അങ്ങനെ തോന്നിയല്ലേ? ആ വീഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ എന്റെ കിളി പോയി. അല്ല അശ്വതി, ശരിക്കും സൂസൻ വീണതാണ് റിയൽ ആയിട്ട്. എന്നിട്ട് അത് അറിയിക്കാതെ പെർഫോം ചെയ്തത് തീർത്തു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ വലിയ ആക്ടേഴ്സിന് തന്നെ പറ്റിയ വലിയ പാടാണ്. ശരിക്കും വീണതാണോ? ശരി വീണതാ. കാരണം അവിടെ വീണപ്പോഴത്തേക്ക് കാരണം ഫേസ് ഇങ്ങോട്ടാ തിരിഞ്ഞിരിക്കണത്. ഒരു റിയാക്ഷൻ ഇല്ല, വീണിട്ട് അവിടെ നിന്ന് അതേപോലെ തന്നെ അല്ലെ വീഴുമ്പോ അതെ അതെ ശരിക്കും വീണതാണ്. ഉണ്ടായില്ല. അയ്യോ എനിക്ക് മനസ്സിലായില്ല, ബിക്കോസ് ഞാൻ റിഹേഴ്സൽസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോഴാണ് ലൈവ് പെർഫോമൻസ് ആണ് ആദ്യം കണ്ടത്. ഇത് അവിടെ ആയപ്പോഴേ അത് കേറി അങ്ങ് തട്ടി വിടും. ആണോ? എന്റെ മുണ്ടഴിഞ്ഞ് അതിന് ഞങ്ങൾക്ക് വലിയ അത്ഭുതം തോന്നി. ജോയി ചേട്ടാ, അത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. പക്ഷേ സൂസൻ ആ ഒരു ആദ്യമായിട്ട് സ്റ്റേജിൽ ഇങ്ങനെ പെർഫോം ചെയ്യുന്ന ഒരാൾ ഭയങ്കര അസാധ്യമായി. സൂസൻ ചേച്ചി എന്തെങ്കിലും ഇതുപോലെ സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും സമയത്ത്? പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഒപ്പന ഡാൻസിന് മണവാട്ടിയായിട്ട് എന്നെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അത് വലിയ അധ്വാനം വേണ്ട പണിയാണ്. അത് മാത്രമേ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളൂ. ജോൺ ചേട്ടാ, നമ്മുടെ സൂപ്പർ സൂസനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ അവസരത്തിൽ? ഇങ്ങനെ വളർച്ച ഉണ്ടാവുമോ? ആദ്യം നമ്മളെ സെന്റിമെന്റ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അതെ. പിന്നീട് കുറച്ച് തമാശയിലേക്ക് കൊണ്ടുവന്ന് ഇപ്പതേ വല്ലാത്തൊരു പെർഫോമൻസും. അത് എത്ര രസമായിട്ടാണ്, ഒരു ഡെലിക്കസിയും ഇല്ലാതെ വളരെ അതെ അതെ. ഈസി ആയിട്ട് ഡെയിലി പെർഫോം ചെയ്യുന്ന ഒരാളെ പോലെ. എന്തായാലും ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ചേരേണ്ടവർ തന്നെയായിരുന്നു. അതായത് ഇന്നാൾക്ക് ഇന്നാളെ കണ്ടുവച്ചേക്കുന്നെന്ന് പറഞ്ഞ പോലെ ജോബിക്ക് സൂസൻ തന്നെയായിരുന്നു. അല്ല ഞാൻ പറഞ്ഞത് ഒരു വലിയ ചേർച്ചയാണ്, അത് വലിയ ഭാഗ്യമല്ലേ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുന്ന ദമ്പതികൾ എന്നൊക്കെ പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വീടൊക്കെ എന്ത് രസമായിരിക്കും അല്ലേ? കാരണം ചിരിച്ചിട്ടല്ലാതെ ജോബിയെ ഞാൻ കണ്ടിട്ടില്ല, സൂസനെ ഞാൻ കണ്ടിട്ടില്ല. അവര് ഫീലിംഗ് പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് ചിരിച്ചോണ്ടാണ്. അപ്പോ എപ്പോഴും ഈ ചിരിക്കുന്ന മുഖം എന്നും ഒരുപാട് കാലം നിലനിൽക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. നിത്യ, സൂസൻ ചേച്ചി എല്ലാ കാര്യത്തിലും സൂപ്പർ ആണെന്ന് തെളിയിച്ചു. പിന്നെ ആ സിൽക്ക് സ്മിതയായിട്ട് വന്നില്ലേ, അതൊരു 4 മാസം പ്രഗ്നന്റ് ഉണ്ട്. ആ ഒരു പ്രോബ്ലം മാത്രമേ തോന്നിയിട്ടുള്ളൂ. അല്ലാണ്ട് എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. കാരണക്കാരൻ ഞാനല്ല. ആ ഗർഭം താങ്കളുടേതല്ല. അല്ല അതിന് കാരണക്കാരൻ സ്റ്റെബിന പാണനായിട്ട് വന്ന ആളാ. സിദ്ദിഖ് സർ പറയൂ. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരുടെ. താങ്ക് യു സർ. ഇത് ജീവിതത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണെന്ന് ഒരിക്കലും സൂസനെ കണ്ടാ പറയില്ല. ആരാ പറയണേ? അതുപോലെ സൂസൻ വീണെടുത്ത് കിടന്ന് വിദ്യയാക്കിയത്, അതായത് വീണത് പോലെ ഒരു അഭിനയമാക്കി മാറ്റിയത് സൂസൻ. ഞാൻ ജോണിയോട് പറഞ്ഞു, അയ്യോ ശരിക്കും വീണതാണ് കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ യാതൊരു ലക്ഷണവും കാണിക്കാതെ ആ വീഴ്ചയെയും ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തി വളരെ മനോഹരമായിട്ട് ചെയ്തു. അത് നല്ല, നേരത്തെ ആരോ പറഞ്ഞതുപോലെ ഒരു സ്റ്റേജ് സെൻസ് ഉള്ളവരൊക്കെ അങ്ങനെ, അല്ലെങ്കിൽ ബ്ലാങ്ക് ആയി പോകും. നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവണം. അതെ, ആ പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. ആ വീഴ്ചയെ പോലും നമ്മൾ മറന്നിട്ട് അതിനകത്തേക്ക് തന്നെ ഇൻവോൾവ് ചെയ്തത്. അതൊക്കെ ഒരു നല്ല ആർട്ടിസ്റ്റിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ ബ്ലഡില് ഒരു വലിയ കലാകാരിയുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. ആ കൊട്ടൊന്ന് എനിക്ക് ഒന്നും കൂടെ കാണിച്ചു തരോ പ്ലീസ്? ആ കൊട്ട് മാത്രം. ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. കല്യാണം കഴിക്കുന്ന സമയത്ത് ജോബി ചേട്ടൻ സിനിമയിൽ ഭയങ്കര സജീവമായിട്ടുള്ള ആളായിരുന്നു. അപ്പൊ നമുക്കറിയാം, സിനിമാക്കാരുടെ കാര്യം എന്ന് പറയുമ്പോൾ കരിയറിൽ ഇങ്ങനെ ഭയങ്കര തിരക്കുള്ള സമയം, അതിപ്പോ ഇവരോടൊക്കെ ചോദിച്ചാലേ ഭയങ്കര തിരക്കുള്ള സമയവും അത് കുറഞ്ഞിട്ടുള്ള സമയമൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരുമ്പോഴോ എങ്ങനെയാണ് ചേച്ചി അതെങ്ങനെ എടുക്കാറുള്ളത്? സിനിമയിൽ തിരക്ക് കുറവുള്ള സമയം വരും, ഭയങ്കര തിരക്കുള്ള സമയം വരും. ഈ വ്യത്യാസം എങ്ങനെ എടുക്കുക? ആദ്യകാലങ്ങൾ ജോബിച്ചേട്ടൻ യൂണിവേഴ്സിറ്റി കലാപ്രതിഭയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്റ്റേജ് ഷോസ് ഒക്കെ
ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ഈ കുറേ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്, സീരിയൽസ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് ഭയങ്കര ഇതൊക്കെ ആയിരുന്ന സമയത്തും ആ തിരക്കുകളെയും ഞാൻ സന്തോഷപൂർവ്വം ഒരു വീട്ടിലുള്ള ഒരു കാര്യങ്ങളും അറിയിക്കാതെ ഞാനത് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോഴും ഈ പിന്നെ എന്താ പറയാനാ, ജോലിയൊക്കെ ആയി, പിന്നെ മോൻ്റെ കാര്യങ്ങളും ഇതെല്ലാം വന്നപ്പോഴിപ്പോഴും സമയം ആരും പിന്നെ വിളിക്കാറില്ല. കാരണം വിളിക്കാത്തത് വേറൊന്നും കൊണ്ടില്ല, ജോബി ചേട്ടൻ ലീവൊക്കെ എടുക്കണം, അങ്ങനെ ഇതായിട്ടാണ് ജോബി ചേട്ടനെ പിന്നെ ഇത്. എന്നാലും ആ ജോലിയായപ്പോ ആ ഒരു ഇത് വന്നെങ്കിലും ഒരു പ്രശ്നമില്ലാതെ ജോബി ചേട്ടൻ അതെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അത് തന്നെ നമ്മൾ ഒരുപോലെ അത് തന്നെ. അതുപോലെ ജോബിയെ എപ്പോഴും ആളുകൾ ഉപയോഗിക്കുക ഹ്യൂമർ വേഷങ്ങൾക്കാണ്. എനിക്ക് തോന്നുന്നു ജോബിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങളും ചെയ്യാൻ സാധിക്കും. ഇനി അതുപോലെ എനിക്ക് ഒരു സംവിധാനം ഇനി ഒരു അവസരം ദൈവം തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ജോബി. അതുപോലെ തന്നെ എൻ്റെ സിനിമയിലും ഞാൻ ജോബിയെ മനസ്സിൽ വെച്ചു. ഇവിടെ എല്ലാവർക്കും ബിരിയാണി കൊടുക്കുന്നുണ്ടെന്ന് കേട്ടോ. അങ്ങനെയാണെങ്കിൽ 2 വർഷമല്ല 4 വർഷം ഞാൻ ഇവിടത്തേക്ക്. ജോബി, പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം അറിയാം. ഞാനൊരു 48-49 വയസ്സായപ്പോഴും നടന്ന് അഭിനയത്തിലേക്ക് കയറിയത്. നമുക്ക് ഈ കാലത്ത് നമ്മളൊരു യൗവനം കഴിഞ്ഞ് ഒരു മധ്യവയസ്ക ആ ലൈനിലേക്ക് കയറുമ്പോൾ ഒരു നല്ല കാലം ഉണ്ടാകുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെ ചിലപ്പോൾ നമ്മൾ ഒരു ഓടിച്ചങ്ങ് നിന്നുപോകും. ഇനിയിപ്പം നമ്മുടെ ഏറ്റവും നല്ല ടൈമിൽ ഞാൻ പറഞ്ഞ നല്ല കാലമായിരിക്കും ജോബിക്ക് വരാൻ പോകുന്നത്. അപ്പോ ജോബി ചേട്ടനെ നമ്മള് ബിഗ് സ്ക്രീനിൽ ഇനി ഒരുപാട് വട്ടം കാണട്ടെ. താങ്ക് യു സോ മച്ച്. എന്റർടൈൻമെന്റ് റൗണ്ടിൽ അടുത്തതായിട്ട് നമ്മളെ എന്റർടൈൻ ചെയ്യാൻ എത്തുന്നത് അർജുനും മാധവിയാണ്. ഇതിവർക്ക് ഒരു റിയൽ ചലഞ്ച് ആണ്. ബിക്കോസ് ദ ഒറിജിനൽ മേക്കറിന്റെ മുന്നിലാണ് നിങ്ങൾ വരാൻ പോകുന്നത്. CID മൂസയിലെ പെർഫോമൻസുമായിട്ടാണ് അർജുനും മാധവി എത്തുന്നത്. വെൽക്കം ടു ദി സ്റ്റേജ് അർജുൻ ആൻഡ് മാധവി. താങ്ക് യു. അങ്ങനെ SI ആവാനുള്ള അവന്റെ ആഗ്രഹം 3 നിലയിൽ പൊട്ടി. ഇനി എന്താണാവോ പരിപാടി? പോലീസുകാർക്ക് ഈ കാലത്ത് ഭയങ്കര സമയദോഷാണ്. ദോഷമില്ലാത്തൊരു കാര്യം പറയട്ടെ. എന്നാ പറയടോ. ഞാനങ്ങ് CID ആയാലോ? CID രാംദാസിനെയും വിജയനെയും പോലെയും, CID ഉണ്ണികൃഷ്ണനെ പോലെയും, CID നസീറിനെ പോലെ എങ്ങനെ ഉണ്ടാവും? നിരവധി കേസുകൾ തെളിയിക്കുന്ന ഒരു ഒന്നൊന്നര CID മൂസ. ജോലി കഹാ ഹൈ? ജോലി പുള്ളി പണ്ട് പോലീസിലായിരുന്നു. ഇപ്പൊ കയ്യിലിരിപ്പോണ്ട് സസ്പെൻഷനിലാ. ഭയങ്കര മിടുക്കനാ. मेरे साथ मजाक नहीं करना. मुझे मालूम है मेरी जूली यही है. എന്തുവാടാ? നിനക്ക് മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ലെന്ന്. ജൂലി എന്നൊരു പെണ്ണെ അകത്ത് ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന്. പെണ്ണോ? ഞാൻ അത്രക്കാരൻ നിന്റെ അച്ഛനെങ്ങാനും? मेरी कुतिया को छुपा कर रखने की कोशिश की तो मैं तुम्हारे बारे में पुलिस में कंप्लेन करूंगी. എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. നീ എന്താ ചിരിക്കണത്? നിനക്ക് പേ ഇളകിയ? എനിക്കല്ല, നിന്റെ പട്ടിക്കാണ് പേളയുന്നത്. പട്ടിക്ക? ആ എടാ, ആ കട്ടിലേക്ക് കിടന്ന് കൊരയോട് കൊര കണ്ട അർജുൻ. തും കുത്താ മേം കുത്താ ലവ് ഹേ. അത് വേണ്ട. അവര് കണ്ടു, അടുത്തു, സ്നേഹിച്ചു.
സ്വപ്നം. മോനെ സഹദേവാ, എന്താച്ചാ? കിടന്നുറങ്ങടാ. പൊളിച്ചടുക്കി. സൂപ്പർ, അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നോ? സൂപ്പർ സൂപ്പർ സൂപ്പർ. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ചോദിക്കാൻ പറ്റിയ ആളോട്ട് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. എങ്ങനെയുണ്ടായിരുന്നു? വളരെ മനോഹരമായിരുന്നു. അതായത് ഞാൻ പറഞ്ഞത് ഒരു മെലഡിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പീഡ് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പാട്ടോ ചെയ്യുന്ന പോലെ അല്ല ഇത്. ഇത്രയും പേര് കറക്റ്റ് ടൈമിങ്ങിന്, അത് ഒരിടത്ത് പോലും വളരെ കുറച്ച് സ്ഥലത്ത് വല്ലതും മിസ്സായിട്ടുണ്ടെങ്കിലും ബാക്കി എല്ലാം ഭയങ്കര പെർഫെക്ഷനോട് ചെയ്യും. സാറേ ശരി, എൻ്റെ ഒരു ഡൗട്ടാണ്ടോ, CD മൂസൊക്കെ ഒരു 30 days 35 days പോലൊക്കെ ഷൂട്ട് ചെയ്ത് തീർത്ത സിനിമയാണ്? ഒരിക്കലും 95 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത്. ഇന്ന് ഞാൻ പറയാം, വീഡിയോ കണ്ടിട്ട് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ 200 ദിവസമില്ലാതെ പടം ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒരു തുടക്ക സിനിമയുടെയും കൂടെ അതുപോലെ സപ്പോർട്ട് ചെയ്ത് താരങ്ങളും ടെക്നീഷ്യൻസും ഒക്കെ നിന്നതുകൊണ്ട് മാത്രം തീർന്ന ഒരു സിനിമ. കാരണം നമ്മൾ നിസ്സാരമല്ല സ്ലാപ്സ്റ്റിക്, അത് പ്രത്യേകിച്ച് ഡോഗിനെയൊക്കെ വെച്ചിട്ടുള്ള വർക്കും കാര്യങ്ങളും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എപ്പോഴും ഏറ്റവും വലിയ കാര്യം ഡബിങ് എല്ലാം കഴിഞ്ഞ് പക്കയായി. എന്നിട്ടും ദിലീപിന് ഒരു ആത്മവിശ്വാസം വരുന്നില്ല പടത്തിൽ. കാരണം പലരും പലതും പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഞാൻ ദിലീപിനോടൊപ്പം 3-4 പടങ്ങൾ കുഞ്ഞിക്കൂനിനും പറക്കുന്നതിലേക്ക് അസോസിയേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കാണ് ഉത്കണ്ഠയുണ്ട്, ആദ്യമുണ്ട്. കാരണം അന്നത്തെ കാലത്ത് 3 കോടി രൂപയോളം ബഡ്ജറ്റായ സിനിമയാണ്. അങ്ങനെ ഒരു അതോറിറ്റി ആര് ഈ സിനിമ ഒന്ന് കണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പലരുടെയും പേര് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ സിദ്ദിഖ് സാർ വരട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു, നീ സിദ്ദിഖ് സാർ? ഞാൻ പറഞ്ഞു, സാറിന് ഇതുവരെ പരാജയം ഉണ്ടായിട്ടില്ല. അതെ, അല്ലാതെ അതാ അങ്ങനെ ഒരാൾ വേണമല്ലോ വന്ന് പറയാൻ. അല്ല ചുമ്മാ ഒരുത്തം വന്നിട്ട് അതല്ല ഇതെന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെ പുള്ളി വരട്ടെന്ന് പറഞ്ഞു. സാറിന് ദിലീപ് വിളിക്കുന്നു, ഞാനും വിളിച്ചു, സാറ് വന്നു. അപ്പോൾ ഇവർ സെപ്പറേറ്റ് സാറ് ദിലീപ് ഒക്കെ ആയിട്ടിരുന്ന് പടം കാണുക. ഞാൻ പുറത്ത് ഈ പറഞ്ഞ പോലെ വലിച്ചു തള്ളുക. അങ്ങനെ പടം കഴിഞ്ഞു, സാർ ഇറങ്ങുന്നു. അപ്പോൾ സാറും ഒരു തിരിച്ചോണ്ടാണ് ഇറങ്ങുന്നത്. ദിലീപിന്റെ മുഖത്ത് ഒരു പ്രകാശം ഞാൻ കണ്ടു. ഇറങ്ങി എന്നിട്ട് അടുത്ത് വന്നിട്ട് സാറ് പറഞ്ഞു, ജോണി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞോണ്ട് വേനലിൽ ഒരു മഴ എന്നൊക്കെ പറയുന്ന പോലെ ഞാനത് ആ വാക്ക് ഇന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ചില ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് സാറിനെ ഇരുത്തി പറയാൻ ഒരു അവസരം കിട്ടിയത് ഇന്നാണ്. അതിന് സി കേരളത്തോടും ഈ സ്റ്റേജിലും ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും ഒരു പദ്ധതിയുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അത് ഈ പാട്ടോടുകൂടി. പിന്നെ നിങ്ങളുടെ ഗംഭീര പെർഫോമൻസും അതിന് സാക്ഷിയായി. എന്തായാലും എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് നന്ദിയുണ്ട്. സിദ്ദിഖ് സാർ ഈ മൂവിയുടെ പ്രിവ്യൂ കണ്ടു എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അത് കണ്ട സമയത്ത് എന്തായിരുന്നു ഒരു ജഡ്ജ്മെന്റ്? ഇത് തിയേറ്ററിൽ 100 ദിവസം ഓടും എന്നുള്ളതായിരുന്നോ? അതൊരു പുതിയത് എങ്ങനെ പ്രേക്ഷകർ സ്വീകരിക്കും? എന്താ ഫീൽ ചെയ്ത സമയത്ത്? എന്നെ വിളിക്കുന്നത് ദിലീപാണ്. ദിലീപ് വന്നിട്ട് സിദ്ദിഖ ഒരു ഇക്കാത്ത വിളിക്കുക, സിദ്ദിഖ ഒരു പടം ചെയ്തിട്ടുണ്ട്, ഒന്ന് വന്ന് കാണണം. മൊത്തം കൺഫ്യൂസ്ഡ് ആണ്. പക്ഷെ ഞാൻ സിനിമ കണ്ട് പടം തീർന്നതും ഞാൻ ദിലീപിനോട് പറഞ്ഞത്, ഈ സിനിമ സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ദിലീപിന് വിശ്വാസം വരുന്നില്ല. ഞാൻ പറഞ്ഞു, ദിലീപ് ഇതിന് ഒരു സിനിമ എങ്ങനെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു വിജയം ഇരിക്കുന്നത്. ഈ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുട്ടികൾ ഇങ്ങനെ ഇഷ്ടപ്പെടാൻ, ഇതുപോലെ ഇഷ്ടപ്പെടുന്ന വേറൊരു സിനിമ ഇതിനു മുൻപുണ്ടായിട്ടില്ല. അപ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സിനിമ എന്നുള്ള രീതിയിൽ നിങ്ങളിത് പ്രസന്റ് ചെയ്താൽ ഫസ്റ്റ് ഡേ മുതൽ ഇതിന് ഭയങ്കര ആളായിരിക്കും. ഇപ്പോഴും ഞാൻ ജോണിയോട് പറയുന്നു, ഇതിന്റെ 2ാം ഭാഗം എടുത്താൽ സൂപ്പർ. അതുപോലെ തന്നെ ഒരു കാര്യം ഈ പാട്ടില് മോളിൽ ആ ചുറ്റിക കൊണ്ടടിച്ചിട്ട് പലുവണ്ടിയുടെ മുകളിലോട്ടൊക്കെ വീടുകയല്ലേ 3 പേര് ഇങ്ങനെ കിടക്കുന്നത്, തെലുങ്കുമാർ ചുറ്റിക കൊണ്ട് അടിക്കുന്നത്. ആ പോർഷൻ നമ്മള് നമ്മുടെ നെഹ്റു സ്റ്റേഡിയത്തിന്റെ അവിടെ ഷൂട്ട് ചെയ്യുന്നു. ഷൂട്ടിങ് ഒരു 2:30-3 വരെ ബ്രേക്ക് വിത്തൗട്ട് ബ്രേക്കിൽ പോവാ. ഒരു 3 മണിയായപ്പോൾ അനൂപ്കയുടെ ഒക്കെ ഷോട്ട് കഴിഞ്ഞു. അനൂപ്ക എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ജോണി എൻ്റെ ഷോട്ട് കഴിഞ്ഞു. ഞാൻ ജോണി ഈ സീക്വൻസ് എടുക്കുന്നു, കുഴപ്പമാവുമല്ലോ എന്നോർത്ത് ഞാൻ പറയാതിരുന്നതാ. എൻ്റെ ഉമ്മ മരിച്ചുപോയി. അതാണ് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു നമ്മൾ ഓർക്കണം പുള്ളിയൊക്കെ. പുള്ളി എന്നോട് വന്നു, ഞാനങ്ങ് ശരിക്കും എനിക്കങ്ങ് വല്ലാണ്ടായി പോയി. എനിക്ക് പറയാൻ മേല, ഇല്ല ജോണി ഉമ്മ മരിക്കുമെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ ഇപ്പം ഈ സീക്വൻസ് എനിക്കറിയാം. ഒരു 2-3 മണിക്കൂർ ഞാനിപ്പോൾ അവിടെ ചെന്നില്ലെങ്കിലും ഒന്നും സംഭവിച്ചു, അമ്മ മരിച്ചു. അതാണ് ഞാൻ പറഞ്ഞില്ലേ, കമ്മിറ്റ്മെന്റ്. അതൊക്കെ ഇതൊക്കെ ഓർക്കണം. നമ്മൾ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഡെഫിനറ്റായിട്ടും നമ്മൾ ശരിക്കും ആ മൂവി ഇപ്പൊ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും ത്രില്ലും ഒക്കെ അന്നത്തെ പോലെ ഉണ്ടെങ്കിലും
നമുക്ക് അതിനകത്ത് അനശ്വരരായിട്ടുള്ള മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ശരിക്കും ആ മൂവി കാണുമ്പോൾ അവരെ മിസ് ചെയ്യും. ജോണി ചേട്ടാ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു സിനിമയെ മലയാള സിനിമയ്ക്ക് ഞങ്ങൾ അറിയോട്ടോ, ആള് ഭയങ്കര സെൻസിറ്റീവാ. ശരിക്കും പറക്കുന്നിളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് വേറെ ഞാൻ ഈ രായിച്ചായനും ഉണ്ണിയേട്ടനും വേറെ എനിക്ക് ഞാൻ അസോസിയേറ്റ് ആയിരുന്ന കാലത്ത് ഞാൻ ഡയറക്ടറായി കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാളാണ് ഈ ഉണ്ണിയേട്ടൻ. അതുപോലെ തന്നെ ഒടുവിനുണ്ണിയേട്ടൻ, അതുപോലെ അശോകേട്ടൻ, ഈ പറഞ്ഞ പോലെ മുരളിച്ചേട്ടൻ, രായിച്ചായൻ. സിനിമയിൽ ഒരുപാട് പേരുടെ സ്നേഹം എനിക്ക് കിട്ടിയത്. അതിൽ കുറേ പേര് മരിച്ചു, കുറേ പേര് ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ ഞാൻ പറയല്ലോ, ഇത് ഈ പടത്തിൽ നമുക്ക് നഷ്ടങ്ങൾ തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് അമ്പിളിച്ചേട്ടൻ ഈ പറഞ്ഞ ഞാൻ പറയില്ലേ, മൂസ ചൂ ചെയ്യുമ്പോൾ മരിച്ചവരൊരിക്കലും തിരിച്ചു വരും. പക്ഷെ അമ്പിളിച്ചേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുകയാണെങ്കിൽ ആ സിനിമയ്ക്ക് ഒരു ഭയങ്കര അതിന് വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മൾ കണ്ടു, ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു AV കണ്ടപ്പോഴാണ് ഇത്രയധികം ആളുകൾ അതിനകത്തുനിന്ന് മിസ്സാണല്ലോ. നമ്മൾ പെട്ടെന്ന് ഓർത്തവർ മാത്രമല്ല, ഒരുപാട് പേര് അതിനകത്ത് ഉണ്ടല്ലോ എന്നുള്ളൊരു ഓർമ്മ വന്നത് മലയാള സിനിമയിലെ അത്രയും പ്രതിഭാധനരായിട്ടുള്ള ആളുകളായിരുന്നു. എനിക്ക് തോന്നുന്നു അവരെത്രയും നമ്മൾ ഓർത്ത സ്ഥിതിക്ക് നമുക്കൊരു 1 minute അവർക്കൊരു ട്രിബ്യൂട്ട് ഡിസേർവ് ദാറ്റ്. അപ്പൊ നമുക്ക് 1 minute മൗനമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച്. ഇവിടെ സാറേ ഒരു കാര്യം ചോദിക്കാനായിട്ടായിരുന്നു. കാരണം ഇപ്പൊ കേരളത്തിൽ മലയാളികളായ എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും കൂടുതൽ ഇപ്പൊ നിലവിൽ ഇനിയൊരു പടത്തിന്റെ സെക്കൻഡ് പാർട്ട് വരണമെന്ന് ആഗ്രഹമുള്ളത് CID മൂസയുടെ തന്നെയാണ്. കാരണം അത്രയും ആ ഫസ്റ്റ് പാർട്ട് എല്ലാവരും മനസ്സിലേറ്റിയ ആൾക്കാരാണ്. അപ്പൊ ഇനിയും ദിലീപേട്ടൻ എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞായിരുന്നു ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ എന്താന്ന് സാറോട് ചോദിച്ചായിരുന്നു. അപ്പൊ സാർ എന്തായാലും അന്ന് പറഞ്ഞത് നല്ലൊരു കഥ കിട്ടിയാൽ നമുക്ക് നോക്കാന്നാ പറഞ്ഞത്. അപ്പൊ എന്തായാലും സാറ് നല്ലൊരു കഥ തീർച്ചയായിട്ടും കണ്ടെത്തണം. അത് ഞങ്ങളുടെ സംഭവം അറിയോ, ഞാൻ അന്നും പറഞ്ഞായിരുന്നു. അന്ന് എൻ്റെ ആദ്യത്തെ സിനിമ ഉദയൻ സിബിൻ തുടക്ക സമയം എല്ലാവർക്കും ഒരു ആവശ്യമായിരുന്നു. അപ്പോൾ ഞമ്മളെ 2 കൊല്ലത്തോളം 2.5 വർഷത്തോളം ഈ ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിലൊക്കെ ഇരുന്ന് ഓർഡറായി കഴിഞ്ഞിട്ടാണ് ദിലീപ് നിർമ്മിക്കാൻ വരുന്നത്. അപ്പം ആ ഒരു സമയത്ത് ഇത് എങ്ങനെയും നടത്തിയെടുക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും പടം. ഇപ്പം ഉദയൻ സിബി ഒരാളുടെ അതല്ല സാറേ, ഇതിപ്പോ ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹമാണ്. അല്ല ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു അങ്ങനത്തെ ഒരു സിനിമ ഇത് 2ാം ഭാഗം ചെയ്ത് എനിക്ക് നല്ലതല്ലേ. പക്ഷെ ഇത് ഉണ്ടാവണം. ഞാൻ പറഞ്ഞേ, നമ്മൾ ചില കാര്യങ്ങളുണ്ടല്ലോ ഷാജി, നമ്മൾ വിചാരിച്ച ഇത് ഉണ്ടാക്കുന്നതല്ല എന്ന് പറയുന്ന പോലെ ഉണ്ടാവും. ഇത്രയൊക്കെ ഉണ്ടായില്ലേ. ഓക്കെ, എന്തായാലും ഞങ്ങളിപ്പോ ഈ ഫാമിലി എല്ലാവരും കൂടെ ഒരു നിവേദനം തരാൻ പോകും സാറിന്. CID മൂസയുടെ അതെ, നമ്മൾ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒരുപാട് പേര് ചേർന്ന് ആലോചിക്കുമ്പോൾ യൂണിവേഴ്സ് അതിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എല്ലാരും ചേർന്നിട്ട് ഇത് ഒഫീഷ്യലി ഒരു നിവേദനം തരാൻ പോവാ. പ്ലീസ് ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കണം അല്ലേ? നിവേദനം എന്നൊക്കെ പറയുമ്പോൾ അത് ഒഫീഷ്യൽ ആവണം അല്ലേ? നിവേദനം അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഉദയന CPM വിളിച്ചോടൊന്ന് കൊടുത്താൽ നല്ലതായിരിക്കും. അത് ഞങ്ങൾ ഈ നിവേദനത്തിലെല്ലാം വന്നോളൂ അതൊക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ നിവേദനം തയ്യാറായെങ്കിൽ ഒന്ന് ജോൺ ചേട്ടാ, ഞങ്ങളുടെ ഒഫീഷ്യൽ നിവേദനമാണ്. ഇത് കേട്ടിട്ടെങ്കിലും ഇതെല്ലാം കൂടെ കറങ്ങി തിരിഞ്ഞ് CID മൂസ പാർട്ട് 2 വരട്ടെ. ജോൺ ചേട്ടൻ വലിയ എഫേർട്ട് എടുക്കാണ്ട് തന്നെ ഇതെല്ലാം കൂടെ സംഭവിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അപ്പൊ വിത്ത് ദാറ്റ് നോട്ട് നമ്മൾ എല്ലാവരും എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ കളറിൽ മുക്കിയിട്ട് നമ്മുടെ നിവേദനം കയ്യൊപ്പ് പോലെ ഇവിടെ പതിപ്പിക്കാൻ പോവാണ്. എല്ലാവരും ഭയോ. എനിക്ക് ആ കൈപ്പത്തി ആ ഫോട്ടോയും അത് മാത്രം വെച്ചിട്ടൊരു പടം എടുക്കണം. എന്നിട്ട് ഇത് നടക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ഉള്ളവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. ഇത് മറ്റേ
LKG പിള്ളേർക്ക് കളർ കളിക്കാൻ കൊടുത്ത പോലെയാണ്. എല്ലാരും കയ്യിൽ പലതും തേച്ച് വെച്ചിട്ട് നിൽക്കുകയാണ്. പക്ഷെ നമ്മളിത് ചെയ്തത് ശരിക്കും CID മൂസ 2 കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ജോണി ചേട്ടാ. വായോ വായോ. ഒത്തിരി സന്തോഷം. കാരണം ഞാൻ ഏത് സ്ഥലത്ത് ചെന്നാലും ഏത് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് ഈ സിനിമ ആദ്യത്തെ ഭാഗത്തെ അതുപോലെ സ്നേഹിച്ചിട്ടുള്ളത് കൊണ്ടും അതുപോലെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുള്ള ഒരു സിനിമ ആയതുകൊണ്ടുമാണ്. തീർച്ചയായിട്ടും അതിലും നന്നായി ഒരു തിരക്കഥയും അതിലും നന്നായി എടുക്കാനുള്ള സാഹചര്യങ്ങളും എല്ലാം വന്നു ചേരുന്ന ഒരു സാഹചര്യം ഒടയതമ്പുരാൻ ഒരുക്കിയാൽ തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. അത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവട്ടെ ഞാനും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇവിടെ ഇപ്പൊ കേരളത്തിന്റെ ഈ സ്റ്റേജിൽ ഇത്രയും പ്രിയപ്പെട്ട ദമ്പതികൾ ഈ മൂസയോട് കാണിച്ച ഈ സ്നേഹത്തിനും ഈ ആദരവിനും, പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ റോൾ മോഡലായ ഒരു സംവിധായകന്റെ സിദ്ദിഖ് സാറിന്റെ മുന്നിൽ വെച്ച് അതിനോട് കാണിച്ച, ഞാൻ പറഞ്ഞല്ലോ ചരിത്രമൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ കാണിച്ച ഈ ആദരവിന് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. ഇനിയൊരു എന്നാ പറയണ്ടേ, രണ്ടാം ഭാഗം ഉണ്ടാകുമ്പോഴും ഇതേ സ്നേഹം തന്നെ നിങ്ങൾ നമുക്ക് സിദ്ദിഖ് സാറിനെ കൂടി വേദിയിലേക്ക് അപ്പോ വി ആർ സെലിബ്രേറ്റിംഗ് 20 years of CID മൂസ. അപ്പൊ നമുക്ക് ആ കേക്ക് അങ്ങോട്ട് ഐശ്വര്യമായിട്ട് കട്ട് ചെയ്യാം. പിന്നീട് വിജയചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു CID മൂസ ബ്രേക്ക് ചെയ്യാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാര്യം തുറപ്പൂലാനും കൊച്ചിരാജാവും ഒക്കെ വിജയചിത്രങ്ങളായിരുന്നെങ്കിൽ പോലും ഇതിനെ ബ്രേക്ക് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്നും അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പൊ ഇതിനെയൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഗംഭീര ചിത്രങ്ങൾ ഇനിയും അങ്ങോട്ടേക്ക് കരിയറിൽ വരട്ടെ. ആസ് എൻ ആക്ടർ ആണെങ്കിലും ആസ് എ ഡയറക്ടർ ആണെങ്കിലും അപ്പൊ അതൊക്കെ സംഭവിക്കട്ടെ. അപ്പൊ താങ്ക് യു എവ്രി വൺ, താങ്ക് യു. അതൊരു വണ്ടർഫുൾ മൊമെന്റ് ആയിരുന്നു. CID മൂസ സംഭവിച്ചാലും ഇല്ലെങ്കിലും CID മൂസ 1 അത് എന്നും അങ്ങനെ തന്നെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഉണ്ടാവും. ഗുഡ് ലക്ക് സർ. താങ്ക് യു സോ മച്ച്. എന്റർടൈൻമെന്റ് റൗണ്ടിൽ അടുത്തതായിട്ട് വേദിയിലേക്ക് വരാൻ പോകുന്നത് സ്റ്റെബിനും വിനിഷയാണ്. ഇത് രസം വെച്ച് കഴിഞ്ഞാല് മമ്മൂക്കയുടെ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് അമ്മാതിരി ഒരു കഥാപാത്രമാണ് വടക്കൻ വീരഗാഥയിലെ ചന്തു. അതിൽ സ്പൂഫ് ചെയ്യാനാണെങ്കിൽ പോലും ടച്ച് ചെയ്യാൻ പേടിക്കണം. അതുപോലെയാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ കുടുംബയൊക്കെ വെച്ച് രണ്ടുപേരും രാവിലെ ഒന്ന് ഇരിപ്പുണ്ട്. എനിക്കത് അങ്ങോട്ട് നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിരി വരുന്നുണ്ട്. എന്താ പരിപാടി? ഞാൻ അങ്ങോട്ട് വിളിക്കട്ടെ? ചേട്ടാ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? ഇത്ര ഹൈപ്പ് വേണോ? ഹൈപ്പിലൊക്കെയാണ് പിടിച്ചു നിൽക്കുന്നത്, പെർഫോമൻസിലല്ല. വിനീഷ യഥാർത്ഥത്തിൽ ചന്തു ചതിയനാണോ അതോ ചന്തുവിനെ ആരെങ്കിലും ചതിച്ചതാണോ? കാത്തിരുന്ന് കാണാം. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം കേരളത്തിൽ. ചതിച്ചത് ചന്തുവോ അതോ ചന്തുവിന്റെ ബന്ധുവോ? പതിനെട്ട് കളരി കാശാനായ അങ്ങക്ക് കച്ചമുറുക്കാൻ അറിയില്ലേ? 1.5 മീറ്റർ നീളമുള്ള കച്ചമുറുക്കാൻ ചന്തുവിനോ പാട്. പിന്നെന്തിനാണ് അങ്ങ് ഈ പെടാപ്പാട് പെടുന്നത്? ഇതോ കച്ച. അടുത്ത സീലിനൊടുക്കാനുള്ള ഉണ്ണിയാർച്ചയുടെ സാരിക്ക് പ്ലേറ്റ് ഇടുന്നതാണ് പ്ലേറ്റ്. ചന്തുവല്ല ചതിച്ചത് ആ കോസ്റ്റ്യൂമർ ബിന്ദുവാണ്. ബിന്ദു ഊപ്പാടിളകി ഊപ്പാട്. ചന്തുവിനെ കൊണ്ട് സാരിയുടെ പ്ലേറ്റ് ഇടിയിപ്പിച്ചത് ശരിയോ തെറ്റോ? പ്ലേറ്റിന്റെ എണ്ണം കുറഞ്ഞാൽ പോക്കറ്റിൽ വീഴുന്ന കാശിന്റെ എണ്ണം കുറയുമോ ഇല്ലയോ? കാത്തിരുന്ന് കാണാം. കാത്തിരുന്ന് മനുഷ്യൻ മടുത്തു.
കാറ്റും നംഗപരാഗം മുകർന്നു. സാരിക്ക് പ്ലീറ്റ് ഇട്ടോ? ഒരു സാരിക്ക് 8 പ്ലേറ്റ് വെച്ച് പൈറ്റ് 80 പ്ലേറ്റ് ഇട്ടു. വാഷിംഗ് മെഷീനിൽ ഇട്ടിരുന്ന തുണി അലക്കിയോ? വാഷിംഗ് മെഷീനിലിട്ടാൽ ചെളി പോകില്ല എന്ന് വിചാരിച്ച് കല്ലിൽ അലക്കി കല്ലിൽ. ഇനി എന്തെങ്കിലും? ആദ്യം സാരിക്ക് പ്ലേറ്റ് ഇടിപ്പിച്ച് നീ എന്നെ തോപ്പിച്ചു. പാട്ട് പാടാമെന്ന പാക്കനാര് വരി തെറ്റിച്ച് പാടി അയാളും എന്നെ തോപ്പിച്ചു. ഞാൻ മേടിച്ച മദ്യം എനിക്ക് തരാതെ ഓസിക്കടിച്ച് എന്റെ അമ്മാവനും എന്നെ തോപ്പിച്ചു. ചതിക്കുന്നതല്ല നിങ്ങളും, പേരെനിക്കും അതിയും ചന്തു. വീട്ടിലെ ആയോധന കലകളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്റെ അങ്കലാവണ്യത്തെ വർണ്ണിച്ചുകൊണ്ട് ഒരു പാട്ടാകട്ടെ. ഡയറക്ടർ സാറേ, ആ ചന്തു ചതിച്ചു. ആ നടി വിനീഷനും കൊണ്ട് ചന്തുവായിട്ട് വേഷം ചെയ്ത സ്റ്റെബിൻ മുങ്ങി. ഇപ്പോഴാണ് അവൻ യഥാർത്ഥ ചതിയൻ ചന്തുവായത്. അങ്ങനെ ചന്തുവിനെ ഉണ്ണിയാർച്ചി. ആക്ച്വലി ചന്തു ചതിച്ചില്ല കേട്ടോ. ചന്തു നമ്മൾ വിചാരിച്ചതിനെ കഴിഞ്ഞും വളരെ 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 സേഫ് ആയിട്ടും വിദഗ്ധമായിട്ടും ലാൻഡ് ചെയ്തു. ആൻഡ് വിനിഷ ആണെങ്കിൽ പാവം ഇതുവരെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാത്ത പാവമാണ്. എന്നിട്ട് നമ്മള് പെർഫോം ചെയ്യിപ്പിച്ചെടുത്തോ. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തതല്ലേ. എങ്ങനെയുണ്ടായിരുന്നു വിനിഷ? അല്ല, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ സ്കൂളിൽ കോളേജിൽ വെച്ച് ഒരു സ്റ്റേജ് പെർഫോമൻസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഈ എന്താ പറയാ കോർഡിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമേ ഡാൻസ് കളിച്ചിട്ടുള്ളൂ. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ സെലക്ഷൻ ഈ പാട്ടിന്റെ നല്ലതായിരുന്നു. കാരണം ആ സ്റ്റെഫിന്റെ ആ ഒരു സ്റ്റെഫിൻ അല്ലെങ്കിൽ തന്നെ നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു പൗരുഷത്തോടു കൂടി നടക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് ചേരുന്ന രീതിയിലുള്ള ഒരു സംഭവം സെലക്ട് ചെയ്ത് വളരെ നന്നായി. ഡോക്ടർ ഇതുവരെ പെർഫോം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ തന്നെ പ്രയാസം. കാരണം വളരെ മനോഹരമായിട്ട്. ഞാൻ ഇന്നലെ ഇവളുടെ റിഹേഴ്സൽ കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. നല്ല അച്ചടക്കവും നല്ല ഡിസിപ്ലിൻ ഉണ്ട്, മൊത്തത്തിൽ നല്ല ടൈമിങ്ങും ഭയങ്കര കാണാനൊരു ഭംഗിയുണ്ട്. മൊത്തത്തിൽ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എന്ത് ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്തേക്കുന്നു. ഭയങ്കര എഫേർട്ട് ചെയ്തു. പിന്നെ ഡോക്ടർ ഈ പറഞ്ഞ പോലെ ഒരു പുതിയൊരാളാണെന്ന് ഒരിക്കലും തോന്നാത്ത രീതിയിൽ വളരെ, എനിക്ക് തോന്നുന്നു ഇനിയും സ്റ്റെഫിനോട് ഒരുപാട് കാലം ജീവിക്കേണ്ട ആളായതുകൊണ്ട് ഇതൊക്കെ പഠിച്ചു വെച്ചാൽ ഇനി മുന്നോട്ട് പോകും എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ടാണ് തോന്നുന്നത്. വളരെ ഭംഗിയായിട്ട്. പിന്നെ ഇത് നമ്മുടെ ജോത്സർ അവർ പറഞ്ഞ പോലെ സ്റ്റെപ്പിന് പറ്റിയ ഒരു ബോഡി ലാംഗ്വേജിന് പറ്റിയ ഒരു പരിപാടിയാണ് മമ്മൂക്കയുടെ. ഞാനിത് ചോദിച്ചു വാങ്ങിയതാണ്. എനിക്ക് അവരെ മമ്മൂക്ക, മുരളിച്ചേട്ടൻ അങ്ങനെയുള്ള പരിപാടികൾ പിടിക്കുന്നതായിരിക്കും നല്ലത്. കാലേട്ടൻ ജയറാമിലേക്കൊന്നും പോകാതിരിക്കും. അതിനോട് വേറെ ആൾക്കാരുണ്ട്. അപ്പൊ എന്തായാലും വളരെ നന്നായിരുന്നു. ഇനി ബാക്കി സാറ് പറഞ്ഞോളൂ. പറയൂ. പൊതുവെ ആർട്ടിസ്റ്റുകളെ പറ്റി പറയുന്ന ഒരു എല്ലാവരും പറയുന്ന ഒരു പരാതി, അവർക്ക് എന്താ സുഖമില്ലേ, അവർക്ക് എന്താണ്. പക്ഷെ എത്രമാത്രം ടെൻഷൻ ഉണ്ട് എന്ന് അവിടെ നിന്നപ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അതാണ് ഈ സ്റ്റേജും ജീവിതവും തമ്മിലുള്ള വ്യത്യാസം. സ്റ്റേജിൽ നമുക്ക് ഒരുപാട്, ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. സ്റ്റേജിലുള്ള ടെൻഷൻസ് വേറെയാണ്. അത് ഇതിനൊപ്പം ആ ടെൻഷൻസ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരാളായിട്ട് പെർഫോം ചെയ്ത് പ്രേക്ഷകന്റെ കയ്യടി വാങ്ങിക്കണം. വളരെ ദുഷ്കരമായ കാര്യമാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് ലൈവ് സ്റ്റേജിൽ കറക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്തരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് സ്റ്റെബിൻ വീട്ടിലേക്ക് ചെലവിന് കൊണ്ടുവരുന്നത് എന്ന് ഇൻട്രോ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് വിനീഷനെ ഇങ്ങനെ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളെങ്ങനെയാണ് അധ്വാനിക്കുന്നത്, ലൊക്കേഷനിൽ ചെന്നിട്ട് ഇവർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല, എന്താണ് ഫോൺ എടുക്കാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് ബുദ്ധിമുട്ടെന്നുള്ളത് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. ഇപ്പൊ ഹോസ്പിറ്റലിൽ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാൻ പറ്റാറില്ല, രാവിലെ 6:30 മുതൽ രാത്രി 12 മണി വരെ. ഇപ്പൊ ഇതേപോലെ തിരിച്ചങ്ങോട്ട് ഹോസ്പിറ്റലിലൊന്നും ചെന്ന് ബ്ലഡ് കാണുമ്പോ പേടിയാണ്. അതുകൊണ്ട് നിത്യ എങ്ങനെയുണ്ടായിരുന്നു ചന്തുവിന്റെയും ഉണ്ണിയാർച്ചയുടെയും പെർഫോമൻസ്? അടിപൊളിയായിരുന്നു.
പുള്ളിക്കാരി ഭയങ്കര ക്യൂട്ടായിട്ടാണ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. രണ്ടാളും മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ ഇവിടെ എടുത്ത് ചെയ്തൊരു സമയത്ത് മമ്മൂക്കയുടെ കൂടെയുള്ള എന്തെങ്കിലും ഒരു മെമ്മറിയോ ഒരു സ്റ്റോറിയോ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? എനിക്ക് അനീഫ്ക, കൊച്ചിൻ അനീഫ്ക ഉണ്ടായിരുന്ന സമയത്താണ് തുറുപ്പുകൂലാൻ സിനിമ. അപ്പൊ തുറുപ്പുകൂലാനകത്ത് ഈ ഹോട്ടലിലേക്ക് ഇതിന്റെ മുതലാളി സ്വന്തം വാഹനത്തിൽ വരുമെന്ന് അമ്പിളിച്ചേട്ടൻ ഒരു ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് മമ്മൂക്ക ആനപ്പുറത്താ വരുന്നത്. അപ്പൊ ആനപ്പുറത്ത് മമ്മൂക്ക കയറി വരുന്നതിന്റെ ഷോട്ട് എടുക്കുക. അതിന്റെ മുകളിൽ മമ്മൂക്ക ഇരിക്കുന്നു, അതിന്റെ ഷോട്ട് എടുക്കുക. അപ്പൊ ഞാൻ മമ്മൂക്കയോട് പറയും, മമ്മൂക്ക കുറച്ചുകൂടെ അഹങ്കാരം വരട്ടെ. ഉടനെ മമ്മൂക്ക, എല്ലാരും എന്റെ അഹങ്കാരം കുറയ്ക്കാനാ പറയുന്നത്, അപ്പൊ ദൈവത്തെ കൂട്ടാൻ പറയുന്നത്. എപ്പോഴും പറഞ്ഞു ചിരിക്കുക. അങ്ങനത്തെ കുറച്ച് നല്ല നമുക്ക് നന്നായി കൗണ്ടർ പറഞ്ഞു, നല്ല തമാശകൾ ജീവിതത്തിൽ പറയുന്ന ഒരാളാണ്. നല്ല മൂടാണെങ്കിൽ സെറ്റ് ഭയങ്കര രസകരമായി കൊണ്ടുപോകുന്ന ഒരാളാണ്. മമ്മൂക്കയുടെ ഒരു അഹങ്കാരത്തെ പറ്റി ഞാൻ ഒരിക്കലും ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ ഞാൻ പറയുണ്ടായി. ഇവിടെ ഇദ്ദേഹം വന്നു, അമിതാഭ് ബച്ചൻ വന്നു. എന്തൊരു സിമ്പിളാണ്, എല്ലാവരുമായിട്ട് സംസാരിക്കുന്നു, വളരെ ഒബീഡിയൻ്റ് ആയിട്ട് എല്ലാവരുമായിട്ട് വളരെ വിനയത്തോടു കൂടി സംസാരിക്കുന്നു. അങ്ങനെ അപ്പോൾ മമ്മൂക്കയോട് പറഞ്ഞു, ഇത് അങ്ങനെയൊക്കെ മമ്മൂക്ക ആകാൻ പാടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത്, മമ്മൂക്ക ഇവിടെ അഹങ്കാരം അഭിനയിക്കുന്നു, മറ്റുള്ളവർ ഇവിടെ വന്ന് ലാളിത്യം അഭിനയിക്കുന്നു. ശരിക്കും മമ്മൂക്ക വളരെ ബേസിക്കായിട്ട് വളരെ ഒരു നാട്ടുമ്പുറത്തുകാരനാണ്. പക്ഷെ മമ്മൂക്കയുടെ നിപ്പും നടപ്പും എല്ലാം കണ്ടു കഴിഞ്ഞാൽ വളരെ പോഷായിട്ടുള്ള, അല്ലെങ്കിൽ അല്ലേ, ഒരു നാട്ടുമ്പുറത്തുകാരനാണെന്ന് പറയില്ല, ഇമേജ് അങ്ങനെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ മമ്മൂക്ക വളരെ നിഷ്കളങ്കനായ ഒരു നാട്ടുമ്പുറത്തുകാരനാണ്. സംഭവം മോശമാക്കിയില്ല അശ്വതി. പക്ഷെ ഒരാവശ്യം, കാര്യം ട്രിവാൻഡ്രത്ത് ഏറ്റവും നല്ല ഡാൻസേഴ്സ് ആണ് ഇവർ രണ്ടുപേരും. പക്ഷെ അവർക്ക് പറ്റിയ മ്യൂസിക് ഇട്ട് കൊടുത്താൽ കിടിലൻ ഡാൻസ് ഈ കോസ്റ്റ്യൂമിൽ നല്ല കിടിലം, ഏറ്റവും നല്ല ഡാൻസേഴ്സ് ആണ്. കാര്യം ഏത് ഏറ്റവും നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്ന നല്ല പാട്ട്, ക്ലബ് മൂഡ് പാട്ട്. ദിനീഷൊക്കെ കിടിലൊരു ഡാൻസ് ഇൻസ്റ്റാ റീൽസ് ഒക്കെ കണ്ടു നോക്കണം, തകർത്ത് ചെയ്യുന്ന ആളാണ്. അല്ല കുറയ്ക്കണ്ട, വാടാ പയ്യ തന്നെ ആയിക്കോട്ടെ. അടിപൊളി സൂപ്പർ. എന്തായാലും പറഞ്ഞപ്പോഴേ അത് പെർഫോം ഫിനിഷിക്കാണെങ്കിൽ ആദ്യം വന്ന ദിവസങ്ങളിലുള്ളൊരു പ്രശ്നമായിട്ടില്ല, സ്റ്റേജിൽ വരുമ്പോ ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. ഇപ്പൊ ആള് ഭയങ്കര പൊളി കൂളായി, അടിപൊളി കോട്ട് കൈ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് അടുത്ത പെർഫോമൻസ് ആയിട്ട് വീണ്ടും കാണാം. മലയാളികൾക്ക് മറക്കാനാവാത്ത ചിരിയും മനോഹരമായ ഗാനങ്ങളും സമ്മാനിച്ചിട്ടുള്ള ചിത്രമാണ് മീശ മാധവൻ. അപ്പൊ അതിലെ ക്യാരക്ടേഴ്സ് ആയിട്ട് പെർഫോം ചെയ്ത് തകർക്കാൻ വേണ്ടിട്ട് ഈ വേദിയിലേക്ക് രണ്ടുപേരെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് പറ്റണ രണ്ടുപേരുണ്ട്. അവരെ തന്നെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഡിയറസ് ദർശന ആൻഡ് അനൂപ്. അയ്യോ, 1 2 3 4 5 വർഷം പോയി. എന്നാ മാധവനെ പിടിക്കണം. അവരാ രുക്മിണിയെ നോക്കി മീശ പിരിച്ചിട്ടുണ്ട്. ഈടെയായിട്ട് അവൾക്ക് അവരോടൊരു ചായവുണ്ട്. ഇതത്തോടെ രണ്ടിന്റെ അവസ്ഥാനമാ. എന്റെ
എല്ലാം എല്ലാം അല്ലേ എന്റെ ചേലൊത്ത ചെമ്പരുന്തല്ലേ എന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ എന്റെ മാറിലെ മായാ ചന്ദനപ്പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ എന്റെ എല്ലാം എല്ലാം അല്ലേ എന്റെ ചേലൊത്ത ചെമ്പരുന്തല്ലേ നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ എന്റെ മാറിലെ മായാ ചന്ദനപ്പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ കിളുങ്ങാക്കിങ്ങിണിച്ചപ്പേ ചിരിക്കാ ചെമ്പകമുട്ടെ പിണങ്ങാൻ എന്താണ് എന്താണ് ഞങ്ങൾ ഈ സീനൊന്ന് കളറാക്കാൻ വന്നതാ. ഇത് കഴിഞ്ഞാ ഞങ്ങളൊക്കെ പോവും. മിനുങ്ങാൻ എന്താണ് 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 മയങ്ങാൻ എന്താണ് 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 എന്റെ എല്ലാം എല്ലാം അല്ലേ എന്റെ ചേലൊത്ത ചെമ്പരുന്തല്ലേ നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ നിന്റെ മാറിലെ മായാ ചന്ദനപ്പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചേട്ടാ? അത് വേണ്ട അത് വേണ്ട അത് വേണ്ട. അങ്ങനെ നമ്മുടെ അനൂപിന്റെയും ദർശനയുടെയും ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് നമ്മൾ കണ്ടിട്ട് വന്നാണ്. ഓ നല്ല ഭയങ്കര ക്യൂട്ടായി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ റൊമാൻസും ഹ്യൂമറും കൂടി ഇങ്ങനെ ചേർന്ന് വരുന്ന ഒരു സംഭവം കാണുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. ആൻഡ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആർട്ടിസ്റ്റുകളും അവരും അടിപൊളിയായിട്ടല്ലേ ഭയങ്കര ടൈമിംഗിൽ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ജഗതി ചേട്ടനെ അതുപോലെ ഹനീഫിക്കയുടെ ഒക്കെ പോർഷൻ ചെയ്തവരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഒരു ഗംഭീര എന്തായാലും അനൂപില്ലേ അമ്മയപ്പനെ ചക്കയെടുത്ത് എറിയുന്നതൊക്കെ ഭയങ്കര ഒറിജിനാലിറ്റി. ഒരു വിധത്തിൽ പാച്ചപ്പാക്കി കൊണ്ടുവന്നോണ്ടിരിക്കുക. നീ അവിടെ കൊളന്നോണ്ട് ദർശന പറയൂ. അല്ല പുള്ളി അത് ചോദിച്ചു മേടിച്ചാന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെയൊക്കെ ഒരു വേണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള ടൈമിംഗ് എല്ലാം ശരി, ബാക്കിയുള്ള ടൈമിംഗ് എല്ലാം പോയി. നമുക്കത്ര മനസ്സിലായില്ലേ ഇവരുടെ ടൈമിംഗ് എവിടെയെങ്കിലും തെറ്റിയതായിട്ട് ഫീൽ ചെയ്താ? ഇല്ലല്ലോ. അനൂപ് വളരെ കറക്റ്റ് ആയിട്ട് ആ ടൈമിങ്ങിലെല്ലാം പെർഫോം ചെയ്തു. ഇപ്പൊ ഡയറക്ടർ മാത്രമല്ല ഒരു ആക്ടർ കൂടിയാണെന്ന് തെളിയിച്ചു. അതെ അതെ, മാത്രമല്ല ഒരു കള്ളനും കൂടെയാണെന്ന്. അതെ, കള്ളൻ മീശ വിരിച്ചടിച്ച് മറ്റേ കഥകൾ പലതും ഉണ്ട്. പിന്നെ ഞങ്ങൾ പറയുന്നില്ല ഇപ്പൊ ഈ വേദിയിൽ. മുമ്പ് പലവട്ടം പറഞ്ഞായോണ്ടല്ലേ രൂപ. നിത്യ, എങ്ങനെയുണ്ടായിരുന്നു ഒരു പെർഫോമൻസ്? അടിപൊളിയായിരുന്നു. പക്ഷെ ഇത് ചെയ്യുമ്പോ അനൂപിന് തോന്നിയില്ലേ ദർശൻ അഭിനയിക്കുമ്പോ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത്? എനിക്കറിയാലോ. അല്ലേ? ആദ്യമായിട്ടാണോ അങ്ങനെ സ്റ്റേജിൽ വന്നിട്ട് പെർഫോം ചെയ്യുന്നത്? ആദ്യമായിട്ടാണ്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ശരിക്കും ഇപ്പൊ മനസ്സിലാവുന്നില്ലേ? അല്ല, എനിക്കല്ലാതെ അറിയാലോ, ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ. അങ്ങനെയല്ല പറഞ്ഞേ, നമ്മള് ചെയ്യുമ്പോഴല്ലേ നമുക്കത് കുറച്ചും കൂടെ മനസ്സിലാവുള്ളൂ. ഒരാള് ചെയ്യുമ്പോ നമുക്ക് അത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ആ ഒരു ടൈമിങ്ങിനും ഒക്കെ അല്ലേ? അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ്. ഞാൻ മറ്റേ മാസ്റ്റർ 1 2 3 4 ഞാൻ
പക്ഷെ അത് കുറച്ച് മനസ്സിലായിണ്ടായിരുന്നു. അത് കുറച്ച് കോൺഷ്യസ് ആണെന്നുള്ളത്. പക്ഷെ ഭയങ്കര ക്യൂട്ടായിരുന്നു. സാറ് പറയുന്നുണ്ടായിരുന്നു, അനൂപ് സാർ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല? എന്താ പറഞ്ഞ? സാർ പറയായിരുന്നു അനൂപിന് അഭിനയിക്കാൻ നല്ല ഫീച്ചേഴ്സ് ആണ്. സ്വന്തമായിട്ട് സിനിമ ചെയ്യുമ്പോ അഭിനയിക്കാനോട് അതെ പൃഥ്വിരാജ് സുകുമാരനൊക്കെ ചെയ്യുന്ന നൈസായിട്ട് തന്നെ അങ്ങ് വെട്ടിയില്ലേ? അതല്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പാട്ട് എന്തുകൊണ്ടും ഈ പാട്ടും ഈ സിറ്റുവേഷനും സെലക്ട് ചെയ്യാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കപ്പിൾ. കാരണം ഒരു ഭഗീരഥൻ പിള്ള ഉള്ള വേറെ ആരും ഉണ്ടെന്ന് എനിക്ക് ഇവിടെ തോന്നുന്നില്ല. എവിടെ നിന്നെങ്കിലും പിള്ളാച്ചൻ കാണുന്നുണ്ടാവും. ഈ അവസരത്തിൽ ദർശനയുടെ അച്ഛനോട് എന്താ പറയാനുള്ളത് അനൂപിന്? ഇതെല്ലാ എപ്പിസോഡിലും ചോദിക്കോ? എങ്ങനെയെങ്കിലും അവരെ ശരിയാക്കിപ്പിക്കട്ടെ, പറയൂ. അല്ല എനിക്ക് തോന്നേ ഇവളുടെ അച്ഛനെ ഇവളെങ്ങാട്ടി കൂടുതൽ ഓർക്കുന്നത് ഞാനായിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പുള്ളി ഡെയിലി അച്ഛനെ ഓർമ്മിപ്പിക്കും. എല്ലാ ദിവസവും അച്ഛന്റെ പേര് പറയാറുണ്ട്. ഞാൻ കൂടെ എന്റെ അച്ഛൻ അങ്ങനെ പറയാറില്ല. എന്താ പറയാറ്? ഞങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാരും ഇടയ്ക്കിടയ്ക്ക് അച്ഛന്റെ കാര്യം ഓർക്കാം. ഭർത്താക്കന്മാരുടെ ഒരു ക്വാളിറ്റിയാണ്. ചേട്ടനോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും. അതന്നെ പറഞ്ഞ ആള് പറയാറുണ്ട് എന്റെ അച്ഛനെ. സ്നേഹം കൊണ്ടാ, വേറെ ഒന്നുമല്ല. സാർ ഇവരുടെ കല്യാണം ഭയങ്കര ഒരു വിപ്ലവകരമായ കല്യാണമായിരുന്നു. പ്രണയിച്ചു, വീട്ടുകാർ സമ്മതിച്ചില്ല, അങ്ങനെ വലിയ സ്റ്റോറിയുണ്ട് സാറ്. ശരിക്കും മാധവന്റെ കഥ തന്നെ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നന്നായിരുന്നു കുഞ്ഞ്. നല്ലൊരു ശക്തിയുടെ പാട്ട് നല്ലതായിരുന്നു. പിന്നെ നമ്മളൊരു നമുക്കറിയാമല്ലോ, നമ്മളിപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന ഒരാൾ അഭിനയിക്കുമ്പോൾ എന്നാലും അതിനോട് മാക്സിമം രസമാക്കി. നന്നായിരുന്നു. ദർശനം വളരെ നന്നായിരുന്നു. അനൂപ് ഇപ്പോഴും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യണം? വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു 144 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞ ഒരു പടം റിലീസ് ആകാൻ പോകണം. അതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ആയിരുന്നു ഞാൻ. അതിന് മുമ്പ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് ഒരു ആക്ടറുടെ മനസ്സിൽ വേണം എപ്പോഴും ഡയറക്ടർക്ക്. അയാൾ ആക്ട് ചെയ്യുന്നില്ലെങ്കിലും പെർഫോമൻസിനെ കുറിച്ച് നല്ല തിട്ടം ഉണ്ടാവണം ഡയറക്ടർക്ക്. എങ്കിലേ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ സംവിധായകരുടെ ഉള്ളിൽ ഒരു ആക്ടർ ഉണ്ടാവും. അതുകൊണ്ടാണ് അവരുടെ സിനിമകളിൽ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ കോൺഷ്യസ് ആകുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. അത് ആദ്യം കളയുക. അത് ഡയറക്ടർ ആകുമ്പോഴും വേണം, ആക്ടർ ആയാലും വേണം, എപ്പോഴും വേണം. ദർശനയ്ക്കില്ലാതെ. ദർശന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ആക്ട്രസ് ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് അതും കൂടി കളഞ്ഞെടുത്താൽ ഒരു നല്ല ആക്ടറുണ്ട് അനൂപിൻ്റെ ഉള്ളിൽ. ഓൾ ദ ബെസ്റ്റ്. സാറിനെ പോലുള്ള ഒരാളുടെ കയ്യിന്ന് ഇങ്ങനെ കേൾക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഞാൻ സാറിനെ അസിസ്റ്റ് ചെയ്താൽ പോലും ചിലപ്പോൾ എനിക്കത് കേൾക്കാൻ പറ്റണമെന്നില്ല. വർക്കിന് ഇതായിരിക്കും. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം എനിക്ക് വന്നു. അതിന് താങ്ക് യു എന്ന് പറഞ്ഞു. അപ്പൊ അടിപൊളി പെർഫോമൻസുകളുമായിട്ട് വീണ്ടും ഈ വേദിയിലേക്ക് വരട്ടെ. ഇനി നമ്മൾ പലരുടെ പെർഫോമൻസ് നമ്മൾ കാണാനുണ്ട്. അപ്പൊ അത് കാണുക, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഡാസ്ലർ റെറ്റന നൽകുന്ന ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഫോർ പെർഫെക്റ്റ് കപ്പിൾ ഓഫ് ദ ഡേ അത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജോബി ചേട്ടനെ സൂസൻ ചേച്ചിയെ ഇൻവൈറ്റ് ചെയ്യാം. കാണാനിരിക്കുന്നത് അതിമനോഹരം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ളത്. അപ്പൊ പുത്തൻ കാഴ്ചകളും പുതിയ എക്സ്പീരിയൻസുമായിട്ട് നമ്മുടെ ഈ കപ്പിൾസ് നിങ്ങളോടൊപ്പം ഈ ഒരു യാത്ര തുടരുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.